നമസ്കാരം. ഇന്ത്യൻ ട്രാവൽ ഇൻഫ്ലുവൻസർ അനുദയ് സൂദിന്റെ മരണത്തിന് കാരണം അമിത അളവിൽ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നതിനെ തുടർന്നെന്ന് സൂചന. അമേരിക്കയിലെ ലാസ് വെഗാസിൽ വെച്ച് അദ്ദേഹം മരിച്ചുവെന്ന വാർത്ത ലോകമെമ്പാടുമുള്ള യാത്രാപ്രേമികളെയും ഡിജിറ്റൽ സമൂഹത്തെയും ഞെട്ടിച്ചിരുന്നു. ഈ മാസം ആദ്യമാണ് ലാസ് വെഗാസിലെ ഹോട്ടൽ മുറിയിൽ അനുദയ് സൂദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന സൂദിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കുടുംബം പുറത്തുവിട്ടതോടെയാണ് പുറംലോകം അറിഞ്ഞത്. സ്വകാര്യത മാനിക്കണമെന്നും വീട്ടുവളപ്പിൽ ആരും കൂട്ടുകൂടരുതെന്നും കുടുംബം വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. നവംബർ 4 പുലർച്ചെയായിരുന്നു സംഭവം നടന്നതെന്നാണ് ലാസ് വെഗാസ് പോലീസ് നൽകുന്ന സൂചന. ലാസ് വെഗാസ് കോൺകോർഡ് 2025 കാർ ഷോയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതായിരുന്നു അനുദയ് സൂദ്. ഈ യാത്രയെക്കുറിച്ചുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ച് നവംബർ 4 പുലർച്ചെയാണ് സൂദും പെൺ സുഹൃത്തുക്കളും കാസിനോ ഫ്ലോറിൽ വെച്ച് ഒരു സംഘത്തിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിക്കുന്നത്. ലാസ് വെഗാസിൽ താമസിച്ചിരുന്ന മുറിയിലാണ് സൂദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനടുത്ത് നിന്നും പോലീസ് സംഘം കൊക്കൈൻ എന്ന് സംശയിക്കുന്ന ലഹരിമരുന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ 2 പെൺ സുഹൃത്തുക്കളും ഉണർന്നെങ്കിലും സൂദ് അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയ പോലീസ് സംഘം മൃതദേഹത്തിന് സമീപത്തു നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ച വെളുത്ത പൊടിയാണ് കണ്ടെത്തിയത്. ഇത് കൊക്കൈൻ ആണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. അമിതമായ അളവിൽ ലഹരി വസ്തുക്കൾ ഉള്ളിൽ ചെന്നതാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ് സംശയം. സൂദിനൊപ്പം ഉണ്ടായിരുന്ന പെൺ സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. സൂദും 2 പെൺ സുഹൃത്തുക്കളും മുറിയിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചു. തുടർന്ന് 3 പേരും മുറിയിൽ കിടന്നുറങ്ങി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ 2 സുഹൃത്തുക്കളും ഉണർന്നെങ്കിലും സൂദിന് അനക്കമുണ്ടായിരുന്നില്ല. അനുദയ് സൂദിന്റെ മരണം മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം കൊണ്ടാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിനായി ടോക്സിക്കോളജി പരിശോധനകൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് മാസങ്ങൾ എടുത്തേക്കാം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണം ഊർജിതമായി നടക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ചും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ലാസ് വെഗാസ് പോലീസ് നടത്തുന്നുണ്ട്. യാത്രാവിശേഷങ്ങൾ അതിമനോഹരമായി അവതരിപ്പിച്ച് ഡിജിറ്റൽ ലോകത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തിയ വ്യക്തിയാണ് അനുദയ് സൂദ്. ഇൻസ്റ്റഗ്രാമിൽ 1.4 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും യൂട്യൂബിൽ ഏകദേശം 3.8 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി അദ്ദേഹത്തിന് വലിയൊരു ഓൺലൈൻ പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. അതിമനോഹരമായ വിഷ്വലുകളും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഉപയോഗിച്ച് യാത്രാനുഭവങ്ങളെ ഒരു സിനിമാറ്റിക് രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. തുടർച്ചയായ 3 വർഷങ്ങളിൽ 2022, 2023, 2024 വർഷങ്ങളിൽ ഫോർബ്സ് ഇന്ത്യയുടെ ടോപ്പ് 100 ഡിജിറ്റൽ സ്റ്റാർസ് പട്ടികയിൽ അനുദയ് സൂദ് ഇടം നേടിയിട്ടുണ്ട്. ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഡിജിറ്റൽ പെർഫോമൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസിയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു. ലോകത്തിലെ 195 രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇതിൽ 46 രാജ്യങ്ങളിലെ യാത്ര അദ്ദേഹം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിരുന്നു. അനുദയ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവച്ചിരുന്നു. സ്വിറ്റ്സർലൻഡിലെ കാണാപ്പുറങ്ങൾ പകർത്തിക്കൊണ്ട് നവംബർ 3 യൂട്യൂബിലും വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരുന്നു.